ദൈവത്തിനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭം കർത്താവ് എനിക്കും ദാനമായി തന്നത് ഞാൻ ദൈവത്തിന് ആയിരം സ്തോത്രം ചെയ്യും. ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കളുടെയും സാന്നിധ്യത്തിൽ ഇന്ന് ദൈവവചനം നിങ്ങളോട് പറയുവാൻ സംസാരിക്കുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. മഹത്വമെല്ലാം ആർക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും ജനങ്ങൾ ഇതിനകത്ത് നിറഞ്ഞ് തിങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ഒരു വിധത്തിൽ സംഘടിപ്പിച്ച ദൈവത്തിന്റെ പ്രിയ മക്കൾക്കും വചനം സംസാരിക്കാൻ കടന്നു വന്ന എന്റെ ഉള്ളിലും മഹത്വം കയറി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്റെ മനസ്സിൽ കൂടെ ഒരു ചിന്ത വന്നു. ഇന്ന് യോഗം ആരംഭിക്കുന്നതിന് മുമ്പേ 3-ാം ദിവസത്തെ അവസാന നിമിഷത്തെ തന്നെ കണ്ടുകൊണ്ട് ഇപ്പോഴേ നമുക്ക് മഹത്വം കർത്താവിന് കൊടുക്കാം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും എല്ലാം. അതുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി കർത്താവിന്റെ മഹത്വം കൊടുക്കാം. ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ പ്രവർത്തനമല്ല കർത്താവേ, ഇത് അങ്ങയുടെ ആത്മാവ് ചെയ്തെടുത്തതാണെന്ന് ഞങ്ങൾ മനഃപൂർവ്വമായി നിന്റെ കൃപ ഒന്ന് മാത്രമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഇത് നിന്റെ ദാനമാകുന്നു. നിന്റെ മക്കളെ നീ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ നീ കർത്താവേ, ഇത് നിന്റെ മഹത്വത്തിൽ സ്പർശിക്കുവാൻ ഞങ്ങളുടെ ആരെയും രാത്രിയിലെ തിരുമേനിയും സ്തുതിച്ചു വാഴ്ത്തി ഞങ്ങളുടെ അച്ഛനായി സ്തോത്രം ആത്മീയമായ നേതൃത്വം കൊടുക്കുവാൻ ദൈവമക്കളോട് ചേർന്ന് നിൽക്കുവാൻ ലക്ഷിക്കാതെ കർത്താവിനെ ഉയർത്തുവാൻ എന്റെ ദാസനം കൊടുത്ത് വലിയ പ്രവൃത്തിയാണ്. ഇവിടെ നിന്റെ പേരിൽ അധ്വാനിച്ച ദൈവമക്കൾ വഴിക്കുന്നു. അവരെയൊക്കെ ഈ ദിവസങ്ങൾ സന്തോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യുമല്ലോ എന്ന് മനസ്സിലാവും. കർത്താവ് ദിവസങ്ങൾ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ എന്നെ നീ ബലപ്പെടുത്തുന്നു. നീ കരുണതല്ലാതെ ഒന്നുമില്ല. നിന്റെ കൃപ ഒന്ന് മാത്രം. നിന്റെ ശക്തി അടിയന്റെ ബലഹീനം ഇന്ന് രാത്രി തികഞ്ഞു വരണം എന്ന് പ്രാർത്ഥിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ പുറകിൽ നിൽക്കട്ടെ. മഹത്വം തിരുമേനിക്ക് തന്നെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങൾക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചത് പ്രയർ ഫെലോഷിപ്പിനോട്, ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ ഫെലോഷിപ്പിനോടുള്ള ഹൃദയംഗമായ നന്ദി എന്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ ആദ്യമേ അറിയിക്കുന്നു. കർത്താവ് ദിവസങ്ങളുടെ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹകരമാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ഇവിടെ ദുബായ് പ്രദേശത്തുള്ള എല്ലാ സഭാവിഭാഗങ്ങളും സഭയിൽ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഈ യോഗങ്ങളുടെ പിന്നിൽ അവരുടെ സമ്പൂർണമായ പിന്തുണ തന്നു എന്നുള്ളത് കർത്താവിന് സ്തോത്രം ചെയ്യാൻ വക നൽകുന്നതാണ്. എല്ലാ ദൈവദാസന്മാർക്കായും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും കർത്താവിന്റെ നാമത്തിൽ സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുക. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിനും വളരെ പരിചിതമായ വേദഭാഗത്ത് നിന്ന് നമുക്ക് ഒരുമിച്ച് ചില ചിന്തകൾ പങ്കിടുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ 34 വരെ. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 26 മുതൽ 34 വരെയുള്ള വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുവേൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്നെ നീളത്തോടെ ഒരു മുഴ കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ
വരുന്നുവെന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നുകളും ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിരുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതേ ദിവസത്തിന് അന്നത്തെ ദോഷം മതി. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. ഹൗ ടു ഫേസ് യുവർ ടുമോറോ. നാളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് ഇന്ന് രാത്രി ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാനായിട്ട് ഇരിക്കുന്ന അനേക ദൈവമക്കളും നാളെയെ പറ്റി ചിന്താഗതികളുള്ളവരാണ്. പ്രത്യേകിച്ച് ഒരു അന്യനാട്ടിൽ പാർക്കും. നമുക്ക് സ്ഥിരതയില്ലാത്ത ഒരു സ്ഥലത്ത് നാം വസിക്കും. അതിവിടെ മാത്രമല്ല, ഭൂമിയുടെ വരപ്പിൽ നാം എവിടെ പാർത്താലും നാളെ എന്നുള്ളത് നമുക്കൊരു വിഷയമാണ്. കർത്താവ് നമുക്ക് തന്റെ വചനത്തിൽ സ്ഥിരതയില്ലാത്ത ജീവിതത്തിൽ നാളെ എങ്ങനെ അഭിമുഖീകരിക്കണം, വിചാരപ്പെടാതെ എങ്ങനെ ജീവിക്കണം എന്ന് ഈ വേദഭാഗത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം പോലെ, ക്രിസ്തീയ മാർഗം പോലെ പ്രായോഗികമായ ഒരു മാർഗം വേറെയില്ല. വെരി പ്രാക്ടിക്കൽ. ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ എങ്ങോ സ്വപ്നലോകത്തിലെ കാര്യമല്ല കർത്താവ് പറഞ്ഞിരിക്കുക. ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങൾ കർത്താവ് എടുത്തിവിടെ പറഞ്ഞിരിക്കുക. 6-ാമത്തെ അധ്യായം പഠിക്കുന്ന സമയത്ത് തുടങ്ങുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, എങ്ങനെ പ്രാർത്ഥിക്കണം, ഹൗ ടു പ്രേ ആൻഡ് ഹൗ നോട്ട് ടു പ്രേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിന് നിബന്ധനകളോട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം? ഹൗ ഷുഡ് യു ഡു യുവർ ഗുഡ് ഡീഡ്സ്. നല്ല പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? മനുഷ്യർ കാണേണ്ടതിനു വേണ്ടിയല്ല, സ്വർഗസ്ഥനായ പിതാവ് അത് കണ്ട് പ്രതിഫലം തരത്തക്കവണ്ണം മനുഷ്യരുടെ ദൃഷ്ടിസേവയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് ചെയ്യണം എന്നവർ പറഞ്ഞിട്ട്. അത് മാത്രമല്ല, ഉപവസിക്കുന്നത് എങ്ങനെയെന്നും കർത്താവ് അവിടെ ഭംഗിയായി പഠിപ്പിച്ചു. 3 പ്രത്യേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, അവർ ഡീഡ്സ്, അവർ ഡിവോഷൻ, അവർ ഡിസിപ്ലിൻ, 3 ജീവിത മേഖലകളെ കുറിച്ച് കർത്താവ് വളരെ വളരെ വ്യക്തമായി പറഞ്ഞു. നാം എങ്ങനെ നമ്മുടെ ജീവിതമായിരിക്കണം, നല്ല പ്രവൃത്തികളായിരിക്കണം, നമ്മുടെ ഡിസിപ്ലിൻ, ഫാസ്റ്റിംഗ് പോലെയുള്ള നമ്മുടെ ജീവിതത്തിലെ ശിക്ഷണങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിച്ചു. 19 മുതലുള്ള വാക്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വേഗഭാഗം ബിസിനസ് വീക്കിനകത്ത് ഉച്ചരിച്ചാലും കുഴപ്പമൊന്നുമില്ല. പുഴുവും തുരുവും എടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം ആയിരിക്കണം. ലിവ് ഫോർ ഇറ്റേണിറ്റി, അതാണ് എന്റെ പ്രിൻസിപ്പിൾ. ഈ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുകയും നിത്യതയ്ക്ക് വേണ്ടി നിക്ഷേപിക്കുകയും ചെയ്യും. എത്ര പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അതിനോടുള്ള വെളിച്ചത്തിലാണ് കർത്താവ് മനുഷ്യ ജീവിതത്തെ മഹിക്കുന്ന ഈ വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ എടുത്തിട്ട്, നിങ്ങൾ വിചാരപ്പെടരുത്, ഡു നോട്ട് വറി, വിചാരപ്പെടരുത് എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഇന്ന് രാത്രി പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്കും ഇത് നിങ്ങൾക്കുള്ള സന്ദേശം. വിചാരപ്പെടുന്നവരും ഭാരപ്പെടുന്നവരും ആകുല ചിന്തയോടെയും ഇന്ന് ഇതിന്റെ അകത്ത് കടന്നു വന്നിട്ടുള്ള അനേകരുണ്ട്. ദൈവത്തിന്റെ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കർത്താവ് പറയുന്നു, നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് കൽപ്പിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് കർത്താവ് വിചാരപ്പെടരുതെന്ന് പറഞ്ഞത്? വിചാരപ്പെടുവാൻ കാര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? There are reasons for worry. കർത്താവ് പഠിപ്പിക്കുമ്പോൾ പ്രായോഗികമായ കാര്യങ്ങൾ മറന്നല്ല പഠിപ്പിച്ചു. കർത്താവ് പറഞ്ഞു, സാധാരണ മനുഷ്യർ വിചാരപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് പറഞ്ഞു, എന്ത് തിന്നും, എന്ത് കുടിക്കും. So food is a matter of worry. എന്ത് തിന്നും, എന്ത് കുടിക്കുമെന്നുള്ളത് ഇവിടെ പ്രസക്തമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഭാരതത്തിലെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ എന്ത് തിന്നും, എന്ത് കുടിക്കുമെന്നുള്ളത്
അനേകർക്കും ആകുല ചിന്ത കൊടുക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രൈസ് റൈസ്, ഇൻഫ്ലേഷൻ ഒക്കെ പോകുമ്പോൾ ഈ ജീവിത രംഗങ്ങളിൽ ഞാൻ എങ്ങനെ ജീവിതം കഴിക്കും എന്നുള്ളത് അവർക്ക് ഒരു പ്രശ്നമാണ്. സോ ഫുഡ് ഈസ് എ മാറ്റർ ഓഫ് വറി. എന്ന് മാത്രമല്ല കർത്താവ് പറഞ്ഞു എന്തൊടുക്കും. So fashion is also a cause of worry. അത് ആധുനിക ലോകത്തിന്റെ വലിയ ഒരു ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊടുക്കും, അത് നഗ്നത മറയ്ക്കുന്ന കാര്യമല്ല അവർ ചിന്തിക്കുന്നത്. ഞാൻ എന്തൊടുത്താൽ സൊസൈറ്റിയിൽ അക്സെപ്റ്റഡ് ആകുമെന്നുള്ളതാണ്. അപ്പോൾ ഫാഷൻ ഈസ് ഓൾസോ എ കോസ് ഓഫ് വറി. ഭക്ഷണം ഒരു ആഗ്രഹ ചിന്തയുടെ ഒരു കാരണമാണ്. രണ്ടാമത്, ഞാൻ എന്തൊടുത്താൽ എന്നെ ലോകം, എന്നെ സമൂഹം, എന്നെ സൊസൈറ്റി അംഗീകരിക്കുമെന്നുള്ളതും ഇന്നത്തെ ഒരു അറിയാണ്. അത് മാത്രമല്ല വേറൊരു കാര്യമാണ് ജീവിതത്തോട് ഒരു മുഴം കൂട്ടുക എന്ന് പറഞ്ഞാൽ അല്പം കൂടെ 6 അടി പൊക്കമുള്ളവർ 6 അടി 5 ഇഞ്ചാകുന്ന കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആയുസിനോട് അല്പം കൂടെ നീട്ടുന്ന കാര്യമാണ് മൂലഭാഷയിലെ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ കോസ് ഓഫ് വറി ഫിറ്റ്നസ് ആണ്. അത് നല്ല നമുക്ക് ചിന്തിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. ഫുഡ്, ഫാഷൻ ആൻഡ് ഫിറ്റ്നസ്. ആയുസിനോട് അല്പം കൂടെ നീട്ടാൻ വലിയ അധ്വാനമാണ്. അപ്പോൾ വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേറ്റ് നമ്മുടെ അങ്ങ് കേരളത്തിലെ ഉൾഗ്രാമത്തിൽ പോയി നോക്കിയാലും ആളുകൾ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് ഓട്ടമാണ്. ഒരു കാലത്തും ഇല്ലാത്ത കാര്യമാണ്. ഇപ്പോൾ കുറുപടി ഉള്ളവരുണ്ട്, കുറുപടി ഇല്ലാത്തവരുണ്ട്. അങ്ങ് രാവിലെ എഴുന്നേറ്റ് കൂട്ടമായിട്ട് ഓട്ടമാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് ജീവിക്കുക. കാരണം അല്പം കൂടെ ജീവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നീളത്തോടെ ഒരു മുഴം കൂടെ കൂട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം. കർത്താവ് പറഞ്ഞു ഇതെല്ലാം മനുഷ്യന്റെ ആകുല ചിന്തയ്ക്കുള്ള കാരണങ്ങളാണ്. കർത്താവ് ഇത് മറച്ചു വെച്ചോ, ഇതില്ലെന്നുള്ള രീതിയിലോ സംസാരിച്ചില്ല. ഒരു ഭാവി ലോകത്തെ അല്ലെങ്കിൽ ഒരു സ്വപ്ന ലോകത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചില്ല. കർത്താവിന്റെ വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധങ്ങളിലുള്ള പ്രായോഗികമായ കാര്യങ്ങൾ വിഷയമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഈ പ്രത്യേകമായ 3 കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇതിനെ കുറിച്ച് വിചാരപ്പെടരുത് എന്നുള്ളതിന് കർത്താവ് ചില കാരണങ്ങളും പറഞ്ഞു. ഒന്ന്, വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു അല്പം പോലും നീളം കൂട്ടുവാൻ ആർക്കും കഴിയുകയില്ല. സോ ഇറ്റ് ഈസ് യൂസ്ലെസ്. വറി ചെയ്യരുതെന്ന് പറയുന്നതിന്റെ കാരണം കർത്താവിന്റെ പറഞ്ഞു. നിങ്ങൾ ആകുല ചിന്തയുള്ളവരായി ഇരിക്കുന്നത് കൊണ്ടും ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ജീവിതത്തിലൊന്നും അതിനാൽ നേടുന്നില്ല. ദേവദാസൻ എഴുതിയത് ഞാൻ ഒന്ന് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Worry never drive a chair. Worry never lifted a burden. And worry never solved a problem. ആകുല ചിന്തയുള്ളവരായിരുന്നത് കൊണ്ട് കണ്ണുനീര് അത് തുടച്ചു മാറ്റിയിട്ടില്ല. നമ്മുടെ ആകുല ചിന്തകൾ നമ്മുടെ ഭാരങ്ങൾ കുറയ്ക്കുന്നില്ല. വ്യാകുല ചിന്തയുള്ളവരായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. കർത്താവ് തന്നെയാണ് പറഞ്ഞത്, അത് നിങ്ങൾ ഭാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ നീളത്തോട് അല്പം കൂടെ കൂട്ടുവാൻ കഴിയില്ല. സോ ഇറ്റ് ഈസ് യൂസ്ലെസ്. ഡു നോട്ട് വറി. ഇത് മാത്രമല്ല, യൂസ്ലെസ് എന്ന് മാത്രമല്ല, നമുക്ക് ദോഷം ചെയ്യും. വറി ചെയ്യുന്നത് കൊണ്ട് അത് നമ്മെ ശാരീരികമായി ബാധിക്കും. ഇറ്റ് വിൽ ഹർട്ട് യു. ആരോ ഒരാൾ പറഞ്ഞു, വറി ചെയ്യുക എന്ന് പറയുന്നത് ഈ എഞ്ചിനകത്തൊക്കെ മണ്ണിടുന്ന പോലെയാണ്. ഓയിലിനകത്ത് മണ്ണ് വീണാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതൊക്കെ ഇരുന്ന് അരഞ്ഞ് അവസാനം റൊട്ടേറ്റിംഗ് പാർട്സ് എല്ലാം സീസ്ഡ് ആവും. അത് അതിനകത്ത് ഇരുന്ന് പിന്നെ തിരികെയില്ല. കാരണം ഇത് റബ് ചെയ്ത് വേഗത്തിന്റെ സ്മൂത്ത്നെസ് പോയി അവസാനം ഇത് സീസ് ആകും. നമ്മളും ജീവിതത്തിൽ വറി ചെയ്താൽ അവസാനം റൊട്ടേഷൻ നിൽക്കും. കാരണം ഇത് നമ്മെ ഹേർട്ട് ചെയ്യുന്ന കാര്യം. എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ സമയത്തെ കൊല്ലുന്നൊരു കാര്യമാണ്. ഇറ്റ് ഗിവ്സ് യുവർ ടൈം. സമയം കളയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ചില കാര്യങ്ങളൊന്നും ആലോചിച്ച് ഇരുന്നാൽ മതി. മണിക്കൂറുകൾ പോകാൻ ഒരു പ്രയാസവും. എന്ന് മാത്രമല്ല, നമ്മുടെ ശാരീരികമായിട്ടുള്ള ബലം ഇത് കവർന്ന് എടുക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ പ്രശ്നങ്ങൾ കുറയുന്നുമില്ല. എന്ന് മാത്രമല്ല, ഈ ആരോഗ്യത്തിന്റെ ഉള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നില്ല. മനഃശാസ്ത്രജ്ഞൻ, അത് സൈക്കാട്രിസ്റ്റ് ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മനുഷ്യർ പറയുന്ന കാര്യത്തിൽ 92% കാര്യവും നടക്കുന്നില്ല. നമ്മൾ ഭാരപ്പെടുന്ന കാര്യത്തിൽ 92% ഒരിക്കലും ഹാപ്പൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എന്തിന്
വരികയും എന്ന് മാത്രമല്ല, പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആകുലത്തിന്റെ ഉള്ളതായത് കൊണ്ട്, ആകുലത്തിന്റെ ഉള്ളവരായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇന്നത്തെ അനുഗ്രഹത്തെ നാം കുഴിച്ചു മൂടും. worry buries our today's blessings. ദൈവം ഇന്ന് തന്നിട്ടുള്ള അനുഗ്രഹത്തെ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ഇന്നത്തെ അനുഗ്രഹത്തെ കുഴിച്ചു മൂടുന്നതാണ് ആഗ്രഹിച്ചത്. ഹൃദയദാസനെ ചിത്രീകരിച്ചത് എനിക്ക് വളരെ സന്തോഷകരമായി തോന്നുന്നു. നാളത്തെ കാർമേഘങ്ങൾ വലിച്ചെടുത്ത് ഇന്നത്തെ സൂര്യനെ മറക്കരുത്. Don't pull to tomorrow's clouds to cover today's sunshine. എത്രയോ പ്രാവശ്യം നാം ഭാരപ്പെട്ട് ഇന്നത്തെ അനുഗ്രഹം കാണുവാൻ കഴിയാതെ നാളത്തെ കാർമേഘങ്ങൾ, നാളത്തെ ചിന്തകൾ വലിച്ചെടുത്ത് ഇന്നത്തെ അനുഗ്രഹങ്ങൾ നാം തൊഴിച്ചു മുറിയും. ഒരു മനുഷ്യൻ തന്റെ എസ്റ്റേറ്റ് വിൽക്കുവാൻ തീരുമാനിച്ചു. കാരണം അദ്ദേഹത്തിന്റെ കണക്കൂട്ട് വലിയ പ്രയോജനമൊന്നും. വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കണമല്ലോ, വിൽക്കാനുള്ളതല്ലോ. അതുകൊണ്ട് ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടി അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു നോട്ട് എഴുതില്ലോ, എങ്ങനെയുള്ള എസ്റ്റേറ്റ് ആണെന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടി ഒരു ചെറിയ റൈറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ റൈറ്റപ്പ് ഉണ്ടാക്കിയപ്പോൾ ഭംഗിയായിട്ടല്ലോ വർണ്ണിച്ചത്. നല്ലതാണ്, ഫലഭൂഷ്ടമായ സ്ഥലമാണ്, വെള്ളം ധാരാളമുണ്ട്, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും വർണ്ണിച്ച് വന്ന് അദ്ദേഹം തന്നെ അതൊന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ അത് കൊടുത്തു. എന്നാലും ഞാൻ ഈ എസ്റ്റേറ്റ് ഇന്നലെ വിളിക്കുന്നു. So when you worry about something, you count the blessings. Count your blessings, name them one by one. അതുകൊണ്ട് നാളത്തെ കാർമേഘങ്ങളെടുത്ത് ഇന്നത്തെ സൂര്യനെ നാം മറക്കുക. മൂന്നാമത് കർത്താവ് കാര്യം പറഞ്ഞു, വ്യാകുലചിന്തയുള്ളവരാകരുത് എന്നുള്ളതിന് കർത്താവ് കാരണം പറഞ്ഞു. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഭാരപ്പെടുന്നവർ ഏത് കൂട്ടത്തിലാണെന്നറിയോ? ദൈവരാജ്യത്തിന്റെ കൂട്ടത്തിലല്ല. അവിടെയല്ല നമ്മുടെ ജീവിതം. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് നാളെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നല്ല, നാളത്തേക്ക് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലെന്നല്ല, നാളെയെ കുറിച്ച് വിചാരപ്പെടുന്നവരല്ല. നാളെ നിനച്ച് നീ നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്ന് കലകേണ്ട, കാലമെല്ലാമുള്ള മനമേറിൽ കരുതാതെ കൈവിടുമോ ഭക്തൻ പാടുകയാണ്. മനമേ ചഞ്ചലമെന്തിനാൽ കരുതാൻ വല്ലവനില്ലയോ ജയവീരനായി. So when you worry, you are telling who you are. വിജാതികളുടെ കൂട്ടത്തിലാണോ, ദൈവങ്ങളുടെ കൂട്ടത്തിലാണോ, കർത്താവിന്റെ പക്ഷത്താണോ, മറുപക്ഷത്താണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ബന്ധത്തിൽ, വഴിയോടുള്ള ബന്ധത്തിലാണ്. നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, do not worry about your tomorrow. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് വറി ചെയ്യാതെ ഇരിക്കണം? നാളെയെ കുറിച്ച് ദൈവത്തിന്റെ വചനം 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നാളെയെ കുറിച്ച് വളരെ നിശ്ചയമുള്ളവരാകും. യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാളെ എങ്ങോട്ട് പോയി കച്ചവടം ചെയ്യുമെന്നും ഇങ്ങോട്ട് പോകുമെന്നും ഒന്നും നിങ്ങൾ ഉറപ്പിച്ചു പറയരുത്. God willing, ദൈവം അനുവദിച്ചാൽ എന്നോട് ചേർക്കണം. So don't be sure about your tomorrow. രണ്ടാമതായി സദൃശവാക്യം 27:1, Proverbs 27:1, നാളെയെ കുറിച്ച് പ്രശംസിക്കരുത്. Don't boast about your tomorrow. മൂന്നാമത് പറഞ്ഞതാണ് നാം ഈ ഭാഗത്തിൽ നാളെയെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. എന്തുകൊണ്ടാണ് കർത്താവ് നാളെയെ കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞത്? എങ്ങനെ നാം കൈകാര്യം ചെയ്യണം? 3 പ്രധാന കാരണങ്ങൾ കർത്താവ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 3 reasons why you should not worry about your tomorrow. ഒന്ന്, അവസാനത്തെ വാക്യം, 34-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, ആകാത്ത ദിവസത്തിന് അന്നത്തെ ദോഷം മതി. ഈ ആധുനിക ഭാഷയിൽ ഇപ്പോൾ കേൾക്കാറുള്ള സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞാൽ live one day at a time. ദോഷം മതി. പലപ്പോഴും ജീവിതത്തിൽ വളരെ മുന്നോട്ട് ചിന്തിച്ച് ഭാരപ്പെടുന്നവരാണ്. എന്നാൽ ഓരോ ദിവസം ജീവിക്കാനുള്ള കൃപയെ ദൈവം തരുന്നു. 5 വർഷം കഴിഞ്ഞ് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തിനുള്ള കൃപ ഇന്ന് കർത്താവ് തരത്തില്ല. ഇന്ന് ജീവിക്കാനുള്ള കൃപയെ കർത്താവ് തരുന്നു. ചിലരൊക്കെ മരണസമയത്തെ കുറിച്ച് വലിയ ശക്തിയായിട്ട് ഒരിക്കലും പേടിയുമില്ല.
വെറുതെ പറയുക. ഇപ്പോൾ ഇത് ചിന്തിച്ചാൽ എല്ലാവർക്കും മരണത്തെ കുറിച്ച് പേടിയുണ്ട്. പിന്നെ മരണത്തെ അഭിമുഖീകരിക്കുന്ന ദൈവമക്കൾക്ക് മരണസമയത്ത് ദൈവം കൃപ കൊടുക്കും. അതാണ് വ്യത്യാസം. രോഗത്തെ കുറിച്ച് ഭയമില്ലെന്നല്ല, ഭയമൊക്കെ ഉണ്ട്. പക്ഷേ രോഗിയാകുമ്പോൾ ആ സമയത്ത് ദൈവം അതിനുള്ള കൃപ തരും. സോ ഗോഡ് ഗിവ്സ് ഗ്രേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഇന്നേ നാളത്തേക്കുള്ള കൃപ തരത്തില്ല. അടുത്ത വർഷത്തെ പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള കൃപ അവൻ ഇന്ന് തരത്തില്ല. ഇന്നത്തേക്കുള്ള കൃപ തരും. നമ്മുടെ വണ്ടി ഒക്കെ എടുത്ത് നിങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോൾ വണ്ടിയുടെ സ്റ്റാർട്ടാക്കി ഹെഡ്ലൈറ്റ് ഓണാക്കി പറഞ്ഞേ പറയുക, ഇവിടെ നല്ല വീട് വരെ ലൈറ്റ് കണ്ടെങ്കിലേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകണ്ടാകത്തില്ല. 50 അടി പോകുമ്പോൾ അടുത്ത 50 അടി കാണും. അടുത്ത 50 അടി പോകുമ്പോൾ വൺ സ്റ്റെപ്പിന് ഫോർ മീ. ഈ കൈന്റെ എന്നുള്ള പാട്ട് കർത്താവിനെ ദൂരെ കാണാൻ കഴിയുന്നില്ല, എന്നാൽ ഇവിടെ അടിമതി. നിങ്ങളെ പോലെ വന്നിരിക്കുന്ന ദൈവമക്കൾ പറയാൻ ജീവിതത്തിൽ പല കാര്യങ്ങളാൽ കടന്നു വന്നിട്ടുള്ളവരാണ്. വളരെ ദൂരെ ചിന്തിച്ച് വിചാരപ്പെടും. പ്ലാൻ ചെയ്തതെന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതെന്നില്ല, ദൈവത്തിൽ ആശ്രയിച്ച് ഇതെല്ലാം ചെയ്യണം. എന്നാൽ വ്യാകുല ചിന്ത കൊണ്ട്, ഭാരം കൊണ്ട് ജീവിതം തകർന്നു പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇന്നത്തേക്കുള്ള കൃപ കർത്താവിന്റെ കയ്യിൽ നിന്ന് കർത്താവ് ഇന്ന് ജീവിക്കാനുള്ള കൃപ നീ എനിക്ക് തരണം. ആവർത്തന പുസ്തകം 33:25 നിന്റെ പേരം ജീവപര്യന്തം നിലനിൽക്കട്ടെന്ന മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് നല്ല ട്രാൻസ്ലേഷൻ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: ആസ് യുവർ ഡേയ്സ് സോ ഷാൽ യുവർ സ്ട്രെങ്ത് ബി. മുന്നോട്ട് പോകുമ്പോൾ ദൈവം ഓരോ ദിവസത്തേക്കുള്ള കൃപ. അതുകൊണ്ട് ആഗ്രഹചിന്തയില്ലാതെ ജീവിക്കണമെങ്കിൽ ഓരോ ദിവസം വീതം ജീവിക്കുക. ഓരോ ദിവസത്തേക്കുള്ള കൃപ ദൈവം നിങ്ങളുടെ നാളത്തേക്കുള്ള കൃപ നാളെ രാവിലെ വാങ്ങിക്കൊള്ളു. രണ്ടാമത് കർത്താവ് പറഞ്ഞു, സെറ്റ് യുവർ പ്രയോറിറ്റീസ് റൈറ്റ്. മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കും. ക്രിസോസ്റ്റത്തിന്റെ ഈ ജോക്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാലഘട്ടം. ഈ ജോക്ക് അതിനകത്തുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അപ്പോൾ തിരുമേനി ഒരു പ്രത്യേക ഒരു ചിത്രീകരണം. തിരുമേനി തമാശ നടന്ന സംഭവമല്ല. പിന്നെ തിരുമേനി പറയുന്നത് കേട്ടോ നടന്ന പോലൊക്കെ ഇരിക്കും. തിരുമേനി ഇങ്ങനെ പറഞ്ഞു, എങ്ങനെയുള്ള വലിയൊരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും ആളുകൾ നശിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആംബുലൻസ് വളരെ ആക്റ്റീവ്. പല ആംബുലൻസസ് ഇങ്ങനെ ആളുകളെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുറിവേറ്റവരൊക്കെ എടുത്ത് ആംബുലൻസിലിട്ട് ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഒരു ആംബുലൻസുകാരൻ വളരെ വേഗതയിൽ ഓടിച്ചോടിച്ച് ചെയ്യുമ്പോൾ ഒരു ശരീരം അവിടെ കിടക്കുന്നു. അതിങ്ങനെ കിടക്കുന്നു. പെട്ടെന്ന് ആ ശരീരം എടുത്ത് ആംബുലൻസിലിട്ട് വേഗത്തിൽ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി ചെന്ന മാത്രയിൽ തന്നെ ഡോക്ടർ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. കാൽ മുതൽ അങ്ങോട്ട് ശരിയാക്കിക്കൊണ്ട് വരിക. എവിടെ മുറിമുണ്ടോ അവിടെ എല്ലാം ശുശ്രൂഷിച്ച് കഴിക്കുന്നതൊക്കെ തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി. കഴുത്തെ വന്നപ്പോഴാണ് മനസ്സിലായത് തലയില്ല. തിരുമേനി അതിലൂടെ പറഞ്ഞത് ആദ്യം തലയുള്ളൂ. അത് ചിരിച്ചെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ. മുൻഗണന കൊടുക്കേണ്ടതിന് വണ്ടിക്ക് മുമ്പേ കുതിരയ്ക്ക് പറഞ്ഞപ്പോൾ വളരെ ബുദ്ധിപൂർവ്വമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. 4 കാര്യം പറഞ്ഞു. അത് ഞാൻ ഈ ഭാഗത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും. ഈ വാക്യം കേട്ടാൽ ഉടനെ കേൾക്കുന്നവരുടെ മനസ്സിൽ കൂടെ പോകുന്ന ജോലി എന്നാണെന്നറിയോ? മുഴു സമയവും സുവിശേഷക്കാരുടെ വാക്യമാണ്. അതല്ലേ ഈ വാക്യം സാധാരണ പറയുന്നതും അവർ തന്നെയാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഇത് ദൈവമക്കൾക്ക് എല്ലാവർക്കും ഉള്ളൊരു വാഗ്ദത്തമാണ്, കമാൻഡുമാണ്. Seeking first the kingdom of God and His righteousness. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരിക്കും. പക്ഷെ അത് ഓർക്കണം, അത് സൈഡ് ബിസിനസ് ആണ്. എന്താ മെയിൻ ബിസിനസ്? മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കണം. കർത്താവ് എക്സിക്യൂട്ടീവ് പോളിസി തന്നിട്ടുണ്ടെങ്കിൽ that is only your side business. Your main business
ദൈവരാജ്യം അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മുഖ്യ തൊഴിൽ. പലപ്പോഴും മനസ്സിലായില്ല, നാം ചിന്തിക്കാറുമില്ല. വിചാരപ്പെടാതെ ജീവിക്കണമെങ്കിൽ ആത്മചിന്തയില്ലാതെ ജീവിക്കണമെങ്കിൽ മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കും. എങ്ങനെ അന്വേഷിക്കുന്നത്? വേഗത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. Putting kingdom of God in your heart. അവിടെയാണല്ലോ ആരംഭിക്കുന്നത്. ഹൃദയത്തിൽ ദൈവരാജ്യം ആരംഭിക്കണം. അവിടെ ആരംഭിക്കുവാൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാം. പലപ്പോഴും സ്വന്തം ഹൃദയത്തിൽ ദൈവരാജ്യമായിട്ടില്ല. നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുന്നെങ്കിലും ഹൃദയത്തിൽ കർത്താവ് സിംഹാസനസ്ഥനായിട്ടില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, കർത്താവിനെ ഹൃദയത്തിൽ രാജാവായി, ലോർഡായി വാഴിക്കുകയും പത്രോസ് പറഞ്ഞിരിക്കുകയാണ്. Let him reign in your heart. രണ്ടാമത്, put the kingdom in your thoughts. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഭംഗിയായി ജീവിക്കണമെങ്കിൽ, ദൈവരാജ്യ വ്യവസ്ഥയിൽ ജീവിക്കണമെങ്കിൽ ഭൂമിയിലുള്ളതിനേക്കാൾ ഉയരത്തിലുള്ളതിന് സ്ഥാനമുണ്ട്. ദൈവരാജ്യം ഹൃദയത്തിൽ വരണം. ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ ആഗ്രഹിച്ചില്ലാതെ ജീവിക്കാം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ സകലവും, ഫുഡ്, പാഷൻ ആൻഡ് ഫ്യൂച്ചർ, ബിസിനസ്, എവറിത്തിങ് comes along. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവരാജ്യം ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന വിഷയം. ഒരു അമേരിക്കൻ യൗവനക്കാരി, അമേരിക്കയിൽ തന്നെയാണ്, അവൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിരുന്ന സമയത്ത് ആക്സിഡന്റിലായി. പെട്ടെന്ന് പോലീസ് വന്നു, അറ്റൻഡ് ചെയ്തു. അവരെ ഉടനെ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട് ബാഗ് തുറന്നു, ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടു, അതോടുകൂടെ അവളുടെ ചെക്ക് ബുക്ക് കണ്ടു. ചെക്ക് ബുക്ക് ആ പോലീസുകാരൻ ഈ പെൺകുട്ടിയുടെ ആ ഒരു സഹോദരനുമായി, ഒരു പുരുഷനുമായി എൻഗേജ്ഡ് ആയി. ആ ചെറുപ്പക്കാരന്റെ മേൽവിലാസമൊക്കെയും ഈ ബാഗിലിരിക്കും. അപ്പോൾ പോലീസ് അടുത്ത ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ വരുന്ന ആ ഗ്യാപ്പ് കൊണ്ട് ഈ പോലീസുകാരൻ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോ ഈ ചെക്ക് ബുക്ക് എടുത്ത് അദ്ദേഹം ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ വളരെ റെഗുലറായിട്ട് ഈ ചെക്ക് ബുക്കിന്റെ ബാക്കിൽ ഒരു മാനിഫെസ്റ്റോ, അതിനകത്ത് വളരെ റെഗുലറായിട്ട് തന്റെ ചേർച്ചിന് കൊടുത്തിരിക്കുന്നു. നല്ലൊരു തുക. അവളുടെ വണ്ടിയും അവളുടെ ചുറ്റുപാടും ആ വാഹനമൊക്കെ കണ്ടാൽ അവളുടെ സാലറിയും അവളുടെ പശ്ചാത്തലമൊക്കെ എത്രയുണ്ടെന്ന് നിർണ്ണയിക്കാൻ പ്രയാസമില്ല. എന്നാൽ അവൾ വളരെ റെഗുലറായിട്ട് ചേർച്ചിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഇത് പോലീസുകാരനെ വളരെയധികം ചിന്തിപ്പിച്ചു. ഈ ചെറുപ്പക്കാരൻ വന്നു കഴിഞ്ഞപ്പോ പല കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ പോലീസുകാരൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, വാട്ട് കൈൻഡ് ഓഫ് എ ഗേൾ വാസ് ദിസ്? എന്തൊരു പെൺകുട്ടിയായിരുന്നു. ഞാൻ അവളുടെ ചെക്ക് ബുക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് കൊടുത്തിരിക്കുന്നു. വാട്ട് കൈൻഡ് ഓഫ് എ ഗേൾ വാസ് ദിസ്? അപ്പോൾ പാസ്ബുക്ക് നോക്കിയപ്പോൾ, അക്കൗണ്ടിങ് നോക്കിയപ്പോൾ വായിച്ച മനുഷ്യന് ഒരു സംശയം വന്നു, ഇതെങ്ങനെയുള്ള ചെറുപ്പക്കാരിയാണ്. കാരണം അവളുടെ ജീവിതത്തിന്റെ പ്രധാന വിഷയം ദൈവരാജ്യമായിരുന്നു. ഞാൻ ഇതിനോട് ചേർത്ത് ചില കാര്യങ്ങൾ പറയട്ടെ. മറ്റുള്ളവർ നമ്മൾ ലിവിംഗ് റൂമിൽ വരുമ്പോൾ they must know that we seek God's kingdom. നമ്മുടെ വാഹനത്തിൽ കയറിയാൽ അവർക്ക് അത് ഫീലിംഗ് ഉണ്ടാകും. നമ്മളുമായിട്ട് അല്പനേരം സംസാരിക്കുമ്പോൾ ഇവർ ദൈവരാജ്യത്തിന്റെ പങ്കാളികളാണ് എന്നുള്ള ചിന്ത അവരെ ഭരിക്കും. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ മുൻഗണന കർത്താവിന്റെ രാജ്യത്തിനായി. ഭവനത്തിൽ അനേക റൂമുകളുണ്ട്. Is there a prayer room? Where is Bible in your house? കർത്താവ് എല്ലാവർക്കും വേണം, ദൈവത്തെ എല്ലാവർക്കും വേണം. എന്നാണെന്നറിയാമോ? വണ്ടിയുടെ സ്പെയർ ടയർ പോലെയാണ്. ഇപ്പൊ ഇവിടെ അബുദാബിക്ക് പോവുകയാണെങ്കിൽ സ്പെയർ ടയർ ഇല്ലാതെ ആരും പോകുന്നു, എനിക്ക് പോകുന്നില്ല. സ്റ്റെപ്പിന് വേണം കയ്യിൽ, ഇല്ലാതെ ആരും പോകുന്നില്ല. ഇനി ഒരെണ്ണം ഇല്ലെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന ആരുടെയെങ്കിലും ഡോണേജ് എടുത്ത് വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോകുന്നു. സ്റ്റെപ്പിന് ഇല്ലാതെ പോകത്തില്ല, സ്പെയർ ടയർ ഇല്ലാതെ പോകത്തില്ല. കാരണം എവിടെയും പഞ്ചർ ആയാൽ നമുക്ക് ഫീൽ ആവശ്യമാണ്. പലർക്കും തെക്കും ഇങ്ങനെയാണ്, കയ്യിൽ വേണം. എപ്പോഴാണെന്നറിയാം? വലിയ ആവശ്യവും വഴിയാത്രയിൽ വന്നാൽ അപ്പോൾ remember, God is not like a spare time. ജീവിതത്തിന്റെ ഭാഗമായി ദൈവം ചെയ്യണം. അത് നമ്മുടെ ഹൃദയത്തിലും അത് നമ്മുടെ മനസ്സിലും
നമ്മുടെ ജീവിത രംഗത്തിലും മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. അപ്പോൾ ആഗ്രഹത്തിന്റെ ഇല്ലാതെ ജീവിക്കാം. രണ്ടാമത് കർത്താവ് പറഞ്ഞ പ്രയോറിറ്റി 7-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് കപടഭക്തിക്കാല മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോരെടുത്ത് കളയുക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെളിപ്പായി കാണണം. ഫസ്റ്റ് പ്യൂരിറ്റി, then ministry. മറ്റുള്ളവരെ മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ, ശുശ്രൂഷിക്കുന്നതിന് മുമ്പേ ആദ്യം സ്വന്തം കണ്ണിലെ പോലെ എടുക്കുക. ഫിസിഷ്യൻ, heal yourself first. വൈദ്യനെ, നിനക്കാണ് സൗഖ്യം ആദ്യം ആവശ്യം. അതുകൊണ്ട് സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാനായി ശ്രമിക്കരുത്. കർത്താവ് പറഞ്ഞു, മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കണം. ഫസ്റ്റ് യുവർ പ്യൂരിറ്റി, then your ministry. ഞാൻ വേഗത്തിൽ പോവുക. മത്തായി സുവിശേഷം 23:25 മൂന്നാമത് കർത്താവ് ഒരു പ്രയോറിറ്റിയെ കുറിച്ച് പറഞ്ഞു. കർത്താവ് ഇങ്ങനെയാണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മുമ്പേ ആകം, പിന്നെ പുറം വെളിപ്പാണ്. കപടഭക്തിക്കാരായ ശാസ്ത്രന്മാരും പരീക്ഷന്മാരുമായുള്ളവരെ, നിങ്ങൾ കിട്ടിയിരുന്നവരുടെ പുറം വെളിപ്പാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, ആദ്യം അകം വെളിപ്പാക്കണം, പിന്നെ പുറം വെളിപ്പാണ്. നമ്മുടെ പുറം വെളിപ്പാക്കാൻ എന്ത് വ്യക്തതയാണെന്ന് അറിയാമോ? വളരെ സരസാണ്. കാരണം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ളത് നമ്മുടെ വലിയൊരു വിഷയമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും സ്പിരിച്വൽ ലൈഫിലും അത് വലിയ എംഫസിസ് ആണ്. വാട്ട് വിൽ പീപ്പിൾ തിങ്ക് അബൌട്ട് us? പലപ്പോഴും നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം അതിൽ സെന്റേഡ് ആണ്. ദൈവം എന്ത് ചിന്തിക്കും എന്നുള്ളതല്ല, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും. കർത്താവ് പറഞ്ഞു, പുറം വെളിപ്പാക്കണം. വെളിപ്പാക്കുന്നത് കർത്താവ് പറഞ്ഞില്ല, ക്ലീൻ ഔട്ട്സൈഡ്. ആദ്യം അകം വെളിപ്പാക്കിയതിനു ശേഷം പുറം വെളിപ്പാക്കണം. കാരണം കർത്താവ് അന്തരംഗങ്ങളെ ശോധന ചെയ്യും. മനുഷ്യർ പുറമേ ഉള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൂടി വന്നിരിക്കുന്നു, നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. വളരെ ഇൻട്രസ്റ്റഡ്. രാവിലെ എഴുന്നേറ്റ് ഞായറാഴ്ച അല്ലെങ്കിൽ ഇവിടുത്തെ വർഷിപ്പ് ഉള്ള ദിവസം നല്ലൊരു ഷർട്ട് അയൻഡായിട്ട് നല്ലൊരു ഡ്രസ് ഇല്ലെങ്കിൽ ഇത് പോകണ്ടാന്ന് നോക്കും. അകത്ത് അല്പം കുഴച്ചിലൊക്കെ ഉണ്ട്, പ്രയാസമൊന്നുമില്ല. Because that nobody sees. ആന്തരികമായ പ്രയാസങ്ങളും കയ്പും വിദ്വേഷവും പകയും ഒക്കെ ഉണ്ടെങ്കിലും പ്രയാസമില്ല. But we want to be very clean outside. നാലാമത് കർത്താവ് വേറെ കാര്യമാണ്. 5-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം മുതലുള്ള ഭാഗം 23 ഞാൻ വായിക്കട്ടെ. നിന്റെ വഴിപാട് യാഗത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ പേരിന് വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് അടുത്ത പദം ശ്രദ്ധിച്ചു. 1-ാമത് ചെന്ന് സഹോദരനോട് നിരന്നു വരിക, പിന്നെ വന്ന് നിന്റെ വഴിപാട് first be reconciled, then come and worship. So worship is after fellowship. First the fellowship, then the worship. 4 കാര്യങ്ങൾ നമ്മൾ. First the kingdom, then our business. First purity, then ministry. First the inside, then the outside. കർത്താവ് അവസാനമായി പറഞ്ഞു, ആദ്യം നിന്റെ സഹോദരനോട് നിരക്കണം, പിന്നെ വന്ന് എന്നെ ആരാധിക്കണം. അയ്യോ, വാശിവെച്ച ആരാധന, തുടങ്ങി ആരാധന. നരച്ചതയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്ന എന്നാണെന്നറിയാമോ? ബി റെക്കൺസൈൽഡ് ഫസ്റ്റ്. നിന്റെ യാഗവുമായി യാഗപീഠത്തിലേക്ക് വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വല്ലതുമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നിന്റെ യാഗം അവിടെ വെച്ചിട്ട് ആദ്യം പോയി നിന്റെ സഹോദരനോട് ബി റെക്കൺസൈൽഡ് ഫസ്റ്റ്. കാരണം എന്താണെന്നറിയാം? ഫെലോഷിപ്പ് ഇല്ലാതെ, കൂട്ടായ്മയില്ലാതെ ആരാധനയില്ല. ജീവിതത്തിൽ നിരപ്പില്ലാതെ എത്ര നേരം ആരാധിച്ചാലും, ഇനി 40 ദിവസം ഉപവസിച്ചാലും നിരപ്പില്ലാതെ ആരാധന ദൈവം സ്വീകരിക്കുന്നു. 2, കായിനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞറിയാം? കായിനെ, നിന്റെ സഹോദരന്റെ രക്തം വീണ ഈ സ്ഥലം ഉണ്ടല്ലോ, അവിടെ വിട്ട് നീ പുറപ്പെട്ട് പോകണം.
നീ ഇവിടെ അങ്ങ് ഇൻഹെറിറ്റ് ചെയ്യാമെന്നൊക്കെ കണ്ടിരിക്കുകയോ? യു ആർ സീക്കിംഗ് ടു ഇൻഹെറിറ്റ് ദിസ് പ്ലേസ്. ബട്ട് റിമെമ്പർ, വിതൗട്ട് യുവർ ബ്രദർ യു ഹാവ് നോ ഇൻഹെറിറ്റൻസ്. സഹോദരനില്ലാതെ നിനക്ക് അവകാശമില്ല. ഒന്നുകൂടെ ഒന്ന് തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കും, നിന്റെ സഹോദരനില്ലാതെ നിനക്ക് ആത്മീയമായ അവകാശമില്ല. യു കനോട്ട് ഇൻഹെറിറ്റ് എനിത്തിങ് without fellowshipping with your brother. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരുടെ ചിന്ത ഉള്ളിൽ നിന്ന് പുറത്തു കളയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഒരുപക്ഷെ നിരക്കാക്കിയ അനുഭവമായി ആരെങ്കിലും ഇന്ന് രാത്രി ദൈവം ശ്രദ്ധിക്കുമെങ്കിൽ സ്നേഹിത സഹോദരി, be reconciled to us. God will take that worry off. ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിച്ച് എടുത്തവരെ. മൂന്നാമതായിട്ട് ഈ മുടിയനായ പുത്രന്റെ ചേട്ടൻ എല്ലാവർക്കും ഒന്ന് പുറത്തു നിൽക്കുക. ഇവിടെ അകത്ത് വലിയ തലത്ത് പിടിച്ച പാട്ടായി ഇപ്പൊ നമ്മൾ കേട്ടതുപോലെ വളരെ മനോഹരമായ ഗാനശുശ്രൂഷയും ഡാൻസും എല്ലാം നടക്കുകയാണ്. വൃത്താന്റെ ഭോജനമാണ്. അപ്പന്റെ മേശ നിറഞ്ഞിരിക്കുക. പക്ഷെ ചേട്ടൻ അവിടെ നിൽക്കുന്നതെന്നറിയാം, അകത്ത് സീറ്റില്ലാഞ്ഞിട്ടല്ല, മൂത്ത മോൻ അവിടെ ഒരു സീറ്റ് അപ്പൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പം വാതിൽ അടച്ചുകൊണ്ടല്ല അവൻ പുറത്ത് നിൽക്കുന്നു. അവൻ പുറത്തേക്ക് നിൽക്കുന്നറിയാം, അവന്റെ ഉള്ളിലെ കൈപ്പ. So what keeps you outside? Not the Father in heaven, not your brother, you yourself. അപ്പോൾ സന്തോഷത്തിൽ നിന്ന് പിടിച്ചു നിർത്തിയിരിക്കുന്ന ആരാണെന്നറിയാമോ? മറ്റുള്ളവരല്ല, നാം തന്നെയാണ്. So without brother there is no joy. എവിടെല്ലാം എന്തെല്ലാം ചെയ്യാൻ നോക്കിയാലും സന്തോഷത്തിന്റെ പൂർണ്ണത വരണമെങ്കിൽ ബന്ധങ്ങൾ ശരിയാകും. നാളുകളായി ചിന്തിക്കുകയോ പലതും ചെയ്യുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, വർഷത്തിന് പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ട്, ഫാസ്റ്റിംഗ് ഇരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അകത്തുള്ള എന്തോ ഒരു കുറവ്. The reason is very obvious. ആരോടെങ്കിലും ഹൃദയത്തിൽ കൈക്കൊണ്ടത് ഇന്ന് രാത്രി എടുത്തു കളവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. So there is no worship without fellowship, no inheritance without your brother, and there is no joy without your brother. സഹോദരനില്ലാതെ സന്തോഷമില്ല, സഹോദരനില്ലാതെ അവകാശമില്ല, സഹോദരനില്ലാതെ ആരാധന ഇല്ലാത്തതിനാൽ ആദ്യം കൂട്ടായ്മ, പിന്നെ ആരാധന. മുമ്പേ പോയി എന്റെ സഹോദരനോട് നിരക്കണം, പിന്നെ വന്ന് എനിക്ക് യാഗം കഴിയും. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ, വഴിയെടുത്ത് കളയുന്ന, ആയുധത്തിന്റെ പുറത്ത് കളയുന്ന മൂന്നാമത്തെ പ്രമാണം കർത്താവ് ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 32ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കും. ഈ വകയൊക്കെ ഈ ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയും. വളരെ ചുരുക്കമായി പറഞ്ഞാൽ നമുക്കൊരു പിതാവുണ്ട്. വളരെയേണ്ട കാര്യമില്ല. We have a father in heaven. പലപ്പോഴും നമ്മുടെ ജീവിതമൊക്കെ കണ്ടാല് നമുക്ക് ഇങ്ങനെ ഒരു പിതാവ് ഇല്ലെന്നുള്ള രീതിയിലാണ് നമ്മുടെ ജീവിക്കുന്നത്. ആരോ ചിത്രീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പാരോ വേറൊരു സ്പാരോട് പറയുന്നു, ഇങ്ങനെ ആഗ്രഹിച്ചില്ലാതെ ആങ്ഷ്യസ് ആയിട്ട് നടക്കുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് ഒരു കുരുവി വേറൊരു കുരുവിയോട് പറയുക, I think they don't have a father in heaven like us. നമ്മെ പോലെ അവർക്കൊരു സ്വർഗീയ പിതാവ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നടന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന് ആൻസൈറ്റി പോകണമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവുമായി ബന്ധപ്പെടണം. പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത്, I don't know about my tomorrow. I don't seem to understand also, but I know who holds tomorrow, and I know he holds my hand. നാളെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ നാളെ നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന് എനിക്കറിയാം. എന്റെ കരം പിടിച്ചിരിക്കുന്നവനും അവൻ തന്നെയാണ്. എന്തുകൊണ്ട് ആഗ്രഹത്തിന്റെ പുറത്ത് കളയണം? നമുക്ക് സ്വർഗത്തിൽ നമുക്കൊരു പിതാവും. ആ പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 5ാമത്തെ അധ്യായത്തിന്റെ 48ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണൻ. Father in heaven is perfect. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കും. അത് 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് 11ാമത്തെ വാക്യത്തിൽ. You being evil, you know what to give your children. But remember, our Father in heaven is perfect. നമ്മുടെ സ്വർഗത്തിലെ പിതാവ് ഭൂമിയിലെ
പിതാക്കന്മാരെ പോലെയും അല്ല. ദോഷികളായ നാം നമ്മുടെ മക്കൾക്ക് നല്ല കാര്യങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറയണമെങ്കിൽ ഈ കർത്താവ് ആരാണെന്ന് അറിയണം. എനിക്കൊരു അപ്പച്ചനുണ്ടെന്ന്, എനിക്കൊരു പിതാവുണ്ടെന്ന്, അവൻ ജീവിക്കുന്നുവെന്ന്, എന്റെ കരം അവന്റെ കരത്തിലാണെന്ന്. അപ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ അപ്പച്ചൻ പെർഫെക്റ്റ് എന്ന് മാത്രമല്ല, അവന്റെ ഗുഡ്നസ് കാണണമെങ്കിൽ കർത്താവ് പറഞ്ഞു ഒന്ന് മേലോട്ട് നോക്കണം, രണ്ട് സൈഡിലോട്ട് നോക്കണം. കർത്താവ് പറഞ്ഞു ആകാശത്തിലെ പറവുകളെ നിങ്ങൾ മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്റെ ഗുഡ്നസ് കാണാൻ കഴിയും. ഞാൻ എത്ര സൽഗുണപൂർണ്ണനാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യജാതിയെ നിങ്ങൾ തല ഉയർത്തി ഉയരത്തിലേക്ക് നോക്കിയാൽ മതി. ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കിക്കാട്ടെ. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലപ്പരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവയെ പുലർത്തുന്നു. ദൈവം അവർക്ക് വേണ്ടി കരുതുന്നു. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ലുക്ക് അറൗണ്ട്, നിങ്ങൾ ചുറ്റുപാടൊന്നും നോക്കാട്ടെ, വൈകിലെ ചാവലിൽ നോക്കാട്ടെ, എത്ര ഭംഗിയായിരിക്കും. ശലോമോൻ പോലും തന്റെ സർവപ്രതാപത്തിൽ അവയിൽ ഒന്നിനോടൊന്നും ചമഞ്ഞിരുന്നില്ല. അത് പുലർത്താൻ കഴിയുന്നവന്, ചമയിക്കാൻ കഴിയുന്നവന്. അങ്ങനെ ഒരു സൽഗുണപൂർണനായ പിതാവാണ് എന്റെയും നിങ്ങളുടെയും പിതാവ്. അവൻ ചമയിക്കുന്നവനും അവൻ പുലർത്തുന്നവനുമാണ്. കർത്താവ് 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 32-ാമത്തെ വാക്യത്തിൽ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് നമ്മുടെ പിതാവ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയും. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നിരുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തൊന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യും. നാളത്തെ വീസ ആൻഷ്യസ് ആയ ഒരു ആൻസൈറ്റിക്ക് കാരണമായിരിക്കുന്നവരിൽ നിന്ന് നടുവെക്കാം. ജോലി ഒരു വിഷയമായിട്ടുള്ളവരിൽ നിന്ന് നടുവെക്കാം. ഭവനത്തിലെ കാര്യം കേരളത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ആഗ്രഹിക്കുന്നവരൊക്കെ ഇന്ന് നടുവെക്കാം. കർത്താവ് പറയുന്നു, എന്റെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന ആ ദൈവത്തിന്റെ ജനമേ, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം അറിഞ്ഞുകൂടാ. കൊച്ചുകുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരത് കരച്ചില്ല. കാരണം ചിലപ്പോൾ അവർക്ക് അവരുടെ ആവശ്യം അറിഞ്ഞുകൂടാ. എങ്കിലും അവരെ നല്ലതുപോലെ അറിയാവുന്ന മാതാവിനെ അവരുടെ ആവശ്യം അവരറിയുന്നതിനേക്കാൾ നല്ലതുപോലെ അറിയുന്നത് പോലെ എന്റെ പിതാവ്, നമ്മുടെ പിതാവ്, നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഏത് ഭാരവുമായി ഇന്ന് ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാലും എന്റെ കർത്താവ് നിങ്ങളുടെ ആവശ്യം അറിയും. ഭാരം അറിയും. നിങ്ങളുടെ ആവശ്യം കർത്താവിനറിയാം. അതുകൊണ്ടാണ് പൗരസ്വസ്ഥലം പറഞ്ഞത്, ഒന്നിനെ കുറിച്ച് വിചാരിക്കണം, എല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ അവനെ അറിയിക്കേണ്ടത്. അവനറിയാൻ വേണ്ടിയിട്ടല്ല, അവനറിയാം നമ്മുടെ സകല ആവശ്യങ്ങളും എന്റെ കർത്താവ് അറിയും. രണ്ടാമത് സങ്കീർത്തനക്കാരൻ 103-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, He knows our frame. അവൻ നമ്മുടെ പ്രകൃതി, അവൻ നമ്മുടെ ആവശ്യം അറിയുന്നത് മാത്രമല്ല, നമ്മുടെ കർത്താവ് നമ്മുടെ പ്രകൃതി. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, അതുകൊണ്ടാണ് സിമോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശോധന വരുമ്പോ നിന്നെ ചോദ്യം ചെയ്യുമ്പോൾ നീ തള്ളി പറയുന്നത് എനിക്കറിയാം. പിശാച് ബാക്കി കളയേണ്ടതിന് അനുവാദം ചോദിച്ചു. ആ കൊടുങ്കാറ്റിന്റെ നടുവിൽ നിൽക്കാനുള്ള കെൽപ്പ് നിനക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയാദയോജനം നമ്മുടെ ബലഹീനത കർത്താവ് ചില ശക്തന്മാരായ ശക്തി കുറഞ്ഞവരാ, ചില വിശ്വാസത്തിൽ വീരന്മാരായ വിശ്വാസത്തിൽ ബലഹീനരാ. കർത്താവ് നമ്മെ വേണ്ട പോലെ അറിയുന്നു. ചിലപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സ് പോലും നമ്മെ മനസ്സിലാക്കിയില്ല, ജീവിത പങ്കാളികൾ നമ്മെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നു വരും. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരനെ സഹോദരിയെ, എന്റെ കർത്താവ് നിങ്ങളുടെ പ്രകൃതി അറിയും, നമ്മുടെ പ്രേം അറിയും. എത്രമാത്രം കൊടുങ്കാറ്റെടുക്കുമെന്നും എത്രമാത്രം കാറ്റ് വന്നാൽ നിൽക്കുമെന്നും എന്റെ ദൈവത്തിന് അറിയാം. അവൻ അറിയുന്നു.
our faith. മൂന്നാമത് ഈ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കും, കാശിന് 2 കുഴികൾ വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിനക്ക് അവൻ അറിയാതെ അതിലൊന്നുപോലും He knows your circumstances. 3 കാര്യം ഞാൻ എന്നോട് ചേർത്തു. He knows your need. He knows your praise. And He knows your circumstances. ഇത് കൂടുതൽ കർത്താവ് നമ്മളോട് പറയാനുള്ളതില്ല. നാളെക്കുറിച്ച് ഭാരപ്പെടുകയും നാളെക്കുറിച്ച് ചിന്താകുലപ്പെടുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ ആവശ്യമായി കർത്താവിന്റെ പ്രകൃതിയായിരുന്നു കർത്താവ് നിന്റെ സാഹചര്യം വേണ്ടതുപോലെ അറിയും. അതിനുശേഷം ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ നിങ്ങളെ പുലർത്തിക്കൊള്ളും. അവൻ നിങ്ങളെ പുലർത്തിക്കൊള്ളും. കാക്കയെ പുലർത്തുവാൻ അവന് കഴിയുമെങ്കിൽ വിശ്വാസികളെ നിങ്ങളെ എത്രയധികം അവൻ നിങ്ങളെ പുലർത്തിക്കൊള്ളും. He can care for you. നിന്റെ ഭാരം യഹോവയുടെ മേലിട്ട് കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. യുഎഇ നിങ്ങളെ പുലർത്തുമെന്ന് ഗ്യാരണ്ടി തരത്തില്ല. ഭാരതത്തിൽ വന്നാൽ ചുറ്റുപാടെല്ലാം ഉറപ്പാക്കിയാൽ പുലർത്താമെന്ന് ഒരു ഗവൺമെന്റ് ഉറപ്പ് പറയത്തില്ല, ചുറ്റുപാട് ഉറപ്പ് പറയത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് വാക്ക് പറയുന്നു, I will take care of you. ഞാൻ നിങ്ങളെ പുലർത്തിക്കൊള്ളും. എത്രമാത്രം സന്തോഷിക്കണം, എത്രമാത്രം ദൈവത്തിന് സ്തോത്രം. ജോലി പോകാം, ജോലി വരാം, ഭാവിയിൽ പ്രശ്നങ്ങൾ വരാം, എന്നാൽ ഓർത്തു വേണം എന്റെ കർത്താവ് നിന്നെ പുലർത്താൻ. രാമദാസൻ കൊച്ചിനെ ഉപദേശി പ്രസംഗിച്ചുകൊണ്ടിരുന്ന യോഗത്തില് ഒരു വിധവയായ സ്ത്രീ 2 കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് പ്രസംഗമധ്യേ അവൾ വിരിഞ്ഞു പൊട്ടുന്ന ഹൃദയവുമായി ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, അനാഥരായ ഞങ്ങൾക്ക് വേണ്ടി ദൈവനാഥനെ ആര് തരും? സിറ്റുവേഷൻ വന്നെങ്കിൽ എന്റെ അർത്ഥം മനസ്സിലാക്കി. 2 അനാഥ കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ചുകൊണ്ട് ഭർത്താവ് മരിച്ചുപോയി. വിധവയായ സ്ത്രീ അവളുടെ നിരാശയിൽ പറഞ്ഞ വാക്കുകളാണ്, ഞങ്ങൾക്ക് വേണ്ടി ആർ കരുതുന്നു. ദൈവത്തിന്റെ ദാസൻ ആത്മനിറവിലായി അദ്ദേഹം ശക്തിയോടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മകളെ എന്റെ ദൈവം നിനക്കായി കരുതുന്നു. ആ വാക്കുകൾ മാനസിക വാക്കുകളായിട്ടല്ല, ദൈവത്തിന്റെ ആലോചനയായി ആ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് ചെന്ന് കയറി. ദൈവം അവർക്ക് വേണ്ടി കരുതി. ഭാവിയുടെ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം ആ സ്ത്രീയെയും ആ കുഞ്ഞുങ്ങളെയും അത്ഭുതകരമായി നടത്തി. കാരണം ആകാശത്തിലെ പറവയെ പോറ്റാൻ കഴിയുന്ന ദൈവം, വയലിലെ താമരെ അണിയിക്കാൻ കഴിയുന്ന ദൈവത്തിന് നമ്മെ അണിയിക്കുവാനും പുലർത്തുവാനും അത് കഴിയും. അതുകൊണ്ട് കാലത്തോടെ ആരെങ്കിലും ഈ രാത്രി ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എഴുതി രേഖപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, അവൻ നിങ്ങളെ പുലർത്തും. അവൻ നിങ്ങൾക്കായി കരുതുന്നതായ നിങ്ങളുടെ സകലവും അവരുടെ മേൽ രണ്ടാമത് പറഞ്ഞു, ഈ വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കുന്നു. അവർ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും അവയിലൊന്നിനോളം എനിക്കല്ല. അപ്പോൾ ചമയിക്കാൻ കഴിയുന്നതും അവന്. എപ്പോഴും നമ്മൾ കർത്താവെ, ഞാൻ എങ്ങനെ ആ സിറ്റുവേഷൻ അഭിമുഖീകരിക്കുന്നത്, ഞാൻ ആ സിറ്റുവേഷൻ ചെല്ലുമ്പോൾ ഞാൻ എങ്ങനെ ദൈവം ആ സമയത്ത് തരേണ്ടത് തന്ന് അണിയിച്ച് ആ സിറ്റുവേഷനിൽ നിർത്തുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും. സ്തേഫാനോസ് ചിന്തിക്കുകയാണ്, ദൈവമേ പീഡനം വന്നാൽ ഞാൻ എങ്ങനെ നിൽക്കും? നേരത്തെ ചിന്തിച്ചപ്പോൾ ഭാരപ്പെട്ടു കാണും. എന്നാൽ ചെറിയ കല്ലേറ് വന്നപ്പോൾ ദൈവം അവനെ മഹത്വം കൊണ്ടങ്ങ് നിറച്ചു. കഷ്ടത്തിന്റെയും ശോധനയുടെയും പ്രയാസത്തിന്റെയും നടുവിൽ ഒരു ദൈവദൂതനെ പോലെ ദൈവം ചമയിച്ചു. ഓർക്കണം, സിറ്റുവേഷൻ അനുസരിച്ച് ചമയിക്കാൻ കഴിയുന്നവനാണ് എന്റെയും നിങ്ങളുടെയും ദൈവം. ശത്രുക്കളുടെ നടുവിൽ എങ്ങനെ നിൽക്കും? എന്റെ നേരെ പകയോടെ പെരുമാറുന്നവരുടെ നടുവിൽ എങ്ങനെ നിൽക്കും? ഒരു വീഴ്ചയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ദേശത്തിന്റെ നടുവിൽ, സഹോദരങ്ങളുടെ നടുവിൽ ഞാൻ എങ്ങനെ നിൽക്കും? എന്നെ കേൾക്കുന്ന സ്നേഹിത, ചെടിയുടെ നടുവിൽ താമരയെ ഉടുപ്പിക്കുന്ന ദൈവം തമ്പുരാൻ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങളെ ചമയിക്കും. നടുവിൽ തേജസ്സോടെ നിർത്തിയറിയും. നമുക്ക് വലിയ വ്യത്യാസമുണ്ടല്ലോ. ആ ദിവസം
പ്രത്യക്ഷനാകുന്ന ദിവസം വിശുദ്ധ മണവാട്ടിയായ അവൻ നമ്മെ അണിയിച്ചു നിർത്തും. നാം ഒരുങ്ങുന്നതല്ല, അവൻ നമ്മെ ഒരുക്കി നേരത്തോടുകൂടെ അവന്റെ സന്നിധിയിൽ നിർത്തും. ഇന്ന് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ, ഇന്ന് സ്തുതി എന്ന മേലാടയോടെ ധരിപ്പിച്ച ദേശത്തിന്റെ നടുവിൽ നിർത്തുന്ന ദൈവം ആ ദിവസം നമ്മെ തേജസ്സോടെ നിർത്തും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിടാവുന്നതുകൊണ്ട് നാളെയെ കുറിച്ച് വിചാരപ്പെടുന്ന ഈ കർത്താവിനെ കുറിച്ച് ഞാൻ 3 കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ. He knows your need because he is a perfect father. അവൻ നല്ല പിതാവായതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം അവൻ അറിയും. Whatever be your need, he knows it. രണ്ടാമതായി he knows your prayer. അവൻ നിങ്ങളുടെ പ്രകൃതി അറിയും. നിൽക്കാൻ ത്രാണിക്കുമെന്നവനറിയാം, പ്രാർത്ഥിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ലെന്ന് കർത്താവിനറിയാം, ഉള്ളം വിശ്വാസത്തിൽ നിൽക്കുന്നില്ലെന്ന് കർത്താവിനറിയാം. കർത്താവ് നിങ്ങളുടെ പ്രകൃതിയാണ്. And he understands your situation and he will care for you and he will grow you. യാതൊരു പ്രാർത്ഥനയോട് മടങ്ങിപ്പോകും വന്നതുപോലെയല്ല. കർത്താവേ, നീ എന്റെ ഭാവം നിയന്ത്രിക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ കരം നിന്നിൽ സുസ്ഥിരമാണെന്ന് ഞാൻ അറിയുന്നു. Because you hold my hand, I can face tomorrow. And because he is, I can face tomorrow. പ്രാർത്ഥിക്കാനാണ്. Hallelujah. Hallelujah. Praise the Lord. Hallelujah. ഇന്ന് രാത്രി ഭാരമൊക്കെ ഉടന്ന് പോകണം, ക്ഷീണം മാറി ഉടന്ന് പോകണം. വന്നതുപോലെയല്ല, സ്തോത്രഗാനത്തോടോ ഇറങ്ങിപ്പോകണം. ആഗ്രഹത്തിന്റെയോടെ ഇവിടെ വന്നില്ല, ആഗ്രഹത്തിന്റെ അഴിച്ച് ഇന്ന് രാത്രി ഇവിടെ നിന്ന് കടന്നു പോകും. ഒരു ദിവസം ജീവിച്ചാൽ മതി. നാളത്തേക്കുള്ള കൃപ നാളത്തെ ഈ മാസം ജോലി അവസാനിക്കുന്ന സഹോദര, ആ ജോലി തീരുമ്പോൾ കൃപ അന്നേരം കർത്താവ് തരും. ഇന്ന് ചിന്തിക്കണ്ട, അന്ന് ജീവിക്കാനുള്ള കൃപ കർത്താവ് തരും. മുൻഗണന കൊടുക്കുന്നതിന് നമുക്ക് മുൻഗണന കൊടുക്കാം. സ്വന്തം കാര്യത്തെക്കാൾ മുമ്പേ കർത്താവിന്റെ കാര്യം, ശുശ്രൂഷിക്കുന്നതിന് മുമ്പേ നമ്മുടെ വിശുദ്ധിയായിക്കോട്ടെ, ആരാധിക്കുന്നതിന് മുമ്പേ സഹോദരനോടുള്ള സ്നേഹമായിക്കൊള്ളട്ടെ, പുറംപിടിപ്പാകുന്നതിന് മുമ്പേ അകംപിടിപ്പായിക്കൊള്ളട്ടെ. നമ്മുടെ മുൻഗണന ശരിയാകുമ്പോൾ നമ്മുടെ യാത്ര ശരിയാണ്. കെട്ടിടം പണിയുന്നതിന് മുമ്പേ അടിസ്ഥാനം പണിയുന്നത് പോലെ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കാം. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ജീവിതത്തിന് പ്രയോറിറ്റി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതൊന്ന് തിരുത്തണം. പ്രാർത്ഥനയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം മാറിപ്പോയിട്ടുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകേണ്ട സമയത്ത് പോകാതിരുന്നെങ്കിൽ, അവസരങ്ങൾ ദൈവം ഒരുക്കിയപ്പോൾ അവസരങ്ങളെ പാഴാക്കി സ്വന്തം കാര്യം മാത്രം നോക്കിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുക്കും. കർത്താവെ, പുതുവർഷത്തില് ഈ യോഗങ്ങൾ കഴിയുമ്പോൾ മുമ്പേ നിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ, നിന്റെ കാര്യത്തിന് പ്രധാന സ്ഥാനം കൊടുക്കാൻ, എന്റെ സ്വന്തം കാര്യം നോക്കുന്നതിന് മുമ്പേ നിന്റെ കാര്യം നോക്കുവാനായി ആരോഗ്യം ഹൃദയത്തിലൂടെ കൈപ്പോലെ ആരെങ്കിലും ഇരിക്കൊണ്ടല്ല. ആരോഗ്യത്തിന്റെ പോകണമെങ്കിൽ ആദ്യം ആ കൈപ്പ് തിന്നണം. ആരാധന മനോഹരമാകണമെങ്കിൽ ഉള്ളിൽ നിന്ന് ആ കൈപ്പ് പോകണം. ദൈവത്തിന്റെ പ്രസിദ്ധാത്മ നിങ്ങളെ സഹായിക്കണം. മൂന്നാമതായി നമുക്കൊരു പിതാവുണ്ട്. കുഞ്ഞിറങ്ങുമ്പോ കൈക്കണയ്ക്കുമ്പോ കൈനീട്ടി മാതാവിനെ തൊടുന്നതുപോലെ വീട്ടിൽ സഞ്ചരിക്കുന്ന സഹോദരി, രാത്രിയിലത്തെ അനുഭവത്തിൽ കൂടെ കടന്നുപോകുന്ന സഹോദരി, നിന്റെ കരം നീട്ടി അവന്റെ കരത്തിലോട്ട് കൊടുക്കാട്ടെ. There is a place of quiet rest near to the heart of God. Praise the Lord. Hallelujah. നിങ്ങളുടെ ജീവിതത്തെ സമാധാനപ്പെടുത്തുന്ന ശാശ്വതമായ സമാധാനപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അതിന്റെ കാര്യം അവന് കഴിയുമ്പോൾ അവൻ നിന്നെ അറിയുന്നു, അവൻ നിന്റെ ആവശ്യം അറിയുന്നു, അവൻ നിന്റെ സ്ഥിതി അറിയുന്നു. അവൻ നിന്നെ പുലർത്തുവാൻ, നിന്നെ ക്ഷമിക്കുവാൻ, വേണ്ടതുപോലെ നിന്നെ ഒരുക്കുവാൻ. കർത്താവേ, ഞാൻ എങ്ങനെ അവിടെ ഇറങ്ങുന്നില്ലേ, ഞാൻ എങ്ങനെ ഭവനക്കാരെ ഇറങ്ങുന്നില്ലേ, എന്റെ സുപ്പീരിയേഴ്സിനെ ഞാൻ എങ്ങനെയാണ് പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുന്ന ആ സഹോദരൻ ദൈവത്തിനെ ആനയിച്ചുള്ളൂ. കൂട്ടുകാരുടെ നടുവിൽ ആനന്ദ ദൈവം കൊണ്ട് അഭിഷേകം ചെയ്ത്
നടത്തിയതുപോലെ ദൈവം നിന്റെ കരുത്തിലേക്ക് എന്റെ കരുത്തിൽ ചേർന്നു പറയാം. ഭാവി എനിക്ക് അറിഞ്ഞുകൂടാ, ഭാവി എങ്ങനെയാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാളത്തെ കാര്യം നീയാണ് നിയന്ത്രിക്കുന്നത്. എന്റെ കരം നിന്റെ കരത്തിൽ തന്നെ ഇരിക്കട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകേലത്തിലാകും ഉടനീ പോകുമ്പോൾ ഭാരത്തോടെ ഇറങ്ങിപ്പോകും. നിങ്ങളുടെ രാത്രിക്കായി ഞങ്ങൾ കർത്താവിനെ ഞങ്ങൾ ഓർത്ത് വിചാരപ്പെടുന്നവരാണ്. എന്നാൽ ഞങ്ങളോട് ക്ഷമിക്കണം. പലപ്പോഴും ഞങ്ങൾ കൊടുക്കുന്നതിന് പ്രാധാന്യം കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ചിന്തകൾ ഇങ്ങനെ വന്നുപോയതെന്ന് ഞങ്ങൾ നിന്റെ മുമ്പിൽ മനഃപൂർവ്വമായി സമ്മതിക്കും. എന്നാൽ ഇന്ന് കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനുണ്ട്. ഞങ്ങളുടെ ആലോചന നിന്റെ മേൽ ഇറക്കി വെക്കുക, ഞങ്ങളുടെ ഭാരം നിന്റെ മേൽ ഇറക്കി വെക്കുക. കർത്താവെ ഞങ്ങളുടെ ഓരോ ദിവസവും കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ടേ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ ഞങ്ങളുടെ ജീവിതത്തിലുള്ളതുകൊണ്ട് നല്ല പിതാവായുള്ളത് ഞങ്ങൾ ഭാരത്തോടെ ഞങ്ങൾക്ക് വേണ്ടി കരുതുമല്ലോ, ഞങ്ങളെ നീ ഉറപ്പിക്കുമല്ലോ. നാളത്തെ ദിവസത്തേക്ക് വേണ്ടി ഞങ്ങളെ നീ ഒരുക്കുമല്ലോ. അതേ ഭാരത്തോടുകൂടി ആയിരുന്നു ഇന്ന് വേദനയോടുകൂടെ നേരിയ ഹൃദയവുമായി ആരെങ്കിലും ബോർഡിന്റെ നടുവിലുണ്ടെങ്കിൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഈ സമയം ആ ഹൃദയത്തെ കർത്താവെ അവരിവിടെ ഇരിക്കുമ്പോൾ തന്നെ അനുഭൂതിയോടുകൂടി ഇറങ്ങിപ്പോകും. പരിശുദ്ധാത്മാവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നീ ഞങ്ങൾക്ക് ഒന്ന് നല്ല ആലോചനയ്ക്കായി ഈ ബലത്തോടെ ഞങ്ങൾ പോകുകയും സന്തോഷത്തോടെ പോകുകയും യേശുവിന്റെ നാമത്തിൽ